അമ്മേ, എല്ലാ ആൽബത്തിലും നാടൻ വേഷമല്ലേ? ഈ ആൽബം അങ്ങനെയല്ല, മോഡേൺ. ഹായ്, നിങ്ങളുടെ അവർണയാണേ. പബ്ലിക് പ്ലേസിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വലിയൊരു കൊതിയാ. ആ ചലഞ്ച് ഏറ്റെടുത്താലോ? വാ നോക്കാം. എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ്. ഇനി സോഷ്യൽ മീഡിയ. നമസ്കാരം. എന്തോന്നൊക്കെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ. അപരാധത്തോട് അപരാധം. ഇങ്ങനെ അപരാധങ്ങൾ മാത്രം കണ്ട് കണ്ട് എൻ്റെ ഈ ബാല്യം തീരുമോ എന്തോ. കൗമാരമായി വാർദ്ധക്യമായി ഞാൻ മൺമറഞ്ഞു പോയാലും ഈ അപരാധങ്ങൾ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദയവ് ചെയ്തിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ടിട്ട് എന്തെങ്കിലും നടപടി എടുക്കണം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സാധാരണക്കാരായ ആൾക്കാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും പിന്നെ പുറത്തിരുന്ന് നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നും കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തുറന്നു കഴിഞ്ഞാൽ അപരാധം. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും കോടതിയിലോ വളപ്പിലോ പോലീസ് സ്റ്റേഷനിലോ എല്ലാം പോയിരുന്ന് 2 റീൽസ് കാണാമെന്ന് സ്ക്രോൾ ചെയ്ത് ഇന്നാ പിടി അമ്മച്ചിയുടെ മാവുങ്കല അപരാധം. അതാണ് ഉടനെ പറന്നു വരുന്നത്. ഈ ഒരു ലെവലിലോട്ടായിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ നാണം കെട്ട് പുറത്തിരുന്നപ്പോൾ സോഷ്യൽ മീഡിയ നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. ഇനി എങ്ങാണ്ട് കാണണമെങ്കിൽ മറ്റേ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള സാധനം ഓണാക്കിയിട്ടിട്ട് കാണേണ്ടി വരും. കൊച്ചു പിള്ളേരെ മറ്റേ പാവക്കളിയും കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അത്രയ്ക്ക് അതപ്പതിച്ച് അപരാധത്തിലോട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ പോകുന്നത്. ഒന്നും പറയാനില്ല. നമുക്കപ്പോൾ സമയമൊന്നും കളയണ്ട. ഒരുപാട് സമയമൊന്നും ഇല്ല. ഉള്ള സമയത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അതായത് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത വേറൊന്നുമില്ല. റണു സുധി എന്ന് പറഞ്ഞിരുന്ന പേര് മാറ്റിക്കൊണ്ട് രേഷ്മ പി തങ്കച്ചൻ ചേട്ടന്റെ സ്വന്തം അപ്പന്റെ പേര് ചേർത്തുകൊണ്ട് റണു സുധി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രേഷ്മ പി തങ്കച്ചൻ ലാലേട്ടൻ തങ്കച്ചേട്ടൻ എമ്പക്കം വന്നു അതുകൊണ്ട്. അപ്പോൾ രേഷ്മ പി തങ്കച്ചൻ എന്ന പേര് മാറ്റിയാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെയധികം നല്ല കാര്യം. ഞാൻ കാലാകാലമായിട്ട് പറയുന്നതാണ്. മേളിലും കൂടി രേണു സുധി ഒന്നുണ്ട് കേട്ടോ. ഇതിനെ മാറ്റണം കേട്ടോ. അക്കൗണ്ട് വെരിഫൈഡ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് മാറ്റിയിരുന്നാൽ വളരെ നല്ല കാര്യമായിരിക്കും. കാരണം വേണ്ട, എന്തിനാണ് രേഷ്മ പി തങ്കച്ചൻ, അത് തന്നെയാണ് ബെറ്റർ. മേളിൽ മാറ്റാൻ പറ്റുമില്ല എന്ന് എനിക്കറിയില്ല. ഓക്കെ, പറ്റുവാണെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റിയേക്ക്. വളരെ നല്ല തീരുമാനമാണ് രേഷ്മ പി തങ്കച്ചൻ. അപ്പോൾ ഇനി ആരും രേണു സുധി എന്ന് പറയേണ്ട. ഒഫീഷ്യൽ നെയിം തന്നെ ഇട്ടിട്ടുണ്ട്, രേഷ്മ പി തങ്കച്ചൻ. തങ്കഞ്ചേട്ടന്റെ ആണ്ടിലും ആവണിക്കും ഒന്നുമില്ല ആത്മയിൽ നിന്നെ ഉയർത്തി. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഇരിപ്പ് വശം. ഇനി നമുക്ക് അതിൻ്റെ ഒരു പോസ്റ്റ് സംഭവം രേണു തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാം. വെരിഫിക്കേഷൻ കിട്ടിയപ്പോൾ പേര് മാറി. ഇനി രേണു സുധി അല്ല, രേഷ്മ. അപ്പോൾ രേഷ്മ പി തങ്കച്ചനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. എന്തായാലും കൊള്ളാം. ഇതേതാ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ ഏതോ പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് മാസ് അടിച്ച് ബാക്കിൽ നീല കളറൊക്കെ കയറ്റി കറുപ്പ് കളർ കയറ്റി അടിച്ച് നിരത്തി വെച്ചിരിക്കുകയാണ്. നീ ഒരു കില്ലാടി തന്നെ രേണാസുന. രേണാസുനാണ് നിനക്ക് പറ്റിയ ഒഫീഷ്യൽ പേര്. അപ്പോൾ ഇപ്പം രേഷ്മ പി തങ്കച്ചൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കൊച്ചു ജീവിതത്തിൽ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. രേഷ്മ പി തങ്കച്ചൻ. അപ്പോൾ രേഷ്മ പി തങ്കച്ചൻ അവിടെ നിൽക്കട്ടെ. വേറൊരു തങ്കച്ചി ഇറങ്ങിയിട്ടുണ്ട്. ഈ തങ്കച്ചിയാണെങ്കിൽ എന്നാ കാട്ടവരാതോടാ പണി വച്ചിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നല്ലൊരു പേര് അപർണ. നല്ലൊരു പേര് ഇട്ടിട്ട് കാണിക്കുന്നത് കാട്ടപരാധിത്വമാണ്. മുഖത്ത് ജെട്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ചേച്ചിയെ പോലുള്ള ചേച്ചിമാരെ ബേൺ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. നമുക്ക് കാണാം, കണ്ടുകൊണ്ട് സംസാരിക്കാം. ഹായ്, നിങ്ങളുടെ അവർണയാണേ. അയ്യോ, ഞങ്ങളുടെ അവർണയായിരുന്നു. പിന്നെ വാ എൻ്റെ മടിയിൽ വന്നിരി. ഞങ്ങളുടെ അവർണയായിരുന്നു. അയ്യോ എൻ്റെ മടി ഇരിക്കണ്ട. ഞാൻ ഫ്ലോയിൽ പറഞ്ഞാട്ടോ വന്നിരുന്നതല്ല. അയ്യേ, ഞാൻ അത്ര കാര്യം പബ്ലിക് പ്ലേസിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വലിയൊരു കൊതിയാ. ഞാനും ഒഴിച്ചിട്ടൊക്കെ ഉണ്ട്. യാത്ര ചെയ്ത് ലോങ് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും വെള്ളം ചാടിപ്പോയിട്ട് മതിലിൻ്റെ ബാക്കിലൊക്കെ പോയിട്ട് പബ്ലിക് പ്ലേസിൽ പറ്റിയിട്ടുണ്ട് അബദ്ധമൊക്കെ. എന്ന് വെച്ചിട്ട് ഇതെന്തുപാടേ ഇത് വീഡിയോ ആക്കാന്നാ? നമ്മളൊക്കെ ഒരു CCTVയിൽ പോലെ പതിയില്ലെന്ന് പറഞ്ഞ് വെളയിൽ പോയി ചാടിപ്പോയി ഒളിച്ചു നിന്ന് ഏതെങ്കിലും കാട്ടിനിടെ പോയെന്നാണ് എടുക്കുന്നത്. ചേച്ചി ഇത് വീഡിയോ എടുത്ത് വൈറലാക്കുന്നു. എന്തുവാ ഇത്? പബ്ലിക് പ്ലേസിൽ മോചനമയക്കുന്നു. ലൈവ് കാണാം. ബാ ചലഞ്ച് ഏറ്റെടുത്താലോ? വാ നോക്കാം. അയ്യോ, ആരാടാ ഈ മൂത്രം ഒഴിക്കുന്ന വീഡിയോ എടുത്തു കൊടുക്കുന്ന കൊച്ചു കള്ള? അച്ഛനാടേ? നിന്റെ അച്ഛനാണ്? പറഞ്ഞേ, നിന്റെ അച്ഛനാണോ? എനിക്കറിയില്ല. ഇതെന്തൊരു ഇരിപ്പടേ, വല്ലതും പൊത്ത് കയറും, പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ബാക്കി ആപ്പിലുണ്ട്. ഏത് ആപ്പില്? ബാക്കി ഏതോ ആപ്പിലുണ്ടെന്ന്. ഇത്രയും കണ്ടപ്പോൾ തന്നെ എൻ്റെ ആപ്പ് പോയി. ബാക്കി ഇനി ആപ്പിലുണ്ടെന്ന്. ഞാനില്ലേ
ഇത്രയും ഗതികെട്ടത് കാണേണ്ടതും കാമക്കടുവാവേണ്ട ഗതികേട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ലൈഫിൽ. ഞാൻ അങ്ങനെ ആവത്തുമില്ല. ഇതെന്തുവാ ഇത്? അവരാതി മോളെ, നിന്നെല്ലാം എന്ത് പറയാനാ? മുഖത്ത് ജെട്ടിയിട്ട് ഇറങ്ങിയിരിക്കണം ആൾക്കാരെ പറ്റിക്കാനായിട്ട്. ഇനിയും ഉണ്ടല്ലോ, ഓടുന്നമ്മാവ ആളറിയില്ല. നീ ഒരു പറയണ്ട, മനസ്സിലായ? നീ പറഞ്ഞിടത്തോളം മതി. പബ്ലിക് പ്ലേസിൽ പെട്ടുക്കാൻ പോയിരിക്കണം അവള്. അവരാതി നനഞ്ഞു കഴിക്കുന്നതിന് ഐസ്ക്രീമിന് 2ാം സ്ഥാനം. എന്താ വത്സി ഉദ്ദേശിച്ചത്? ഡബിൾ മീനിങ്. എനിക്കറിയില്ല, മനസ്സിലാക്കുന്നില്ല എന്നാണോ വത്സി പറയുന്നത്? നോമെല്ലാം അറിയുന്നു, മനസ്സിലാക്കുന്നുമുണ്ട്. 1ാം സ്ഥാനം എന്തിനാ? അണ്ടി. ഏത്? മാങ്ങ അണ്ടി കൊണ്ടു. 1ാം സ്ഥാനം ആർക്കാ? 2ാം സ്ഥാനം ഐസ്ക്രീമിന്. നനഞ്ഞ് കഴിക്കുന്നില്ല. 2ാം സ്ഥാനം മാങ്ങ അണ്ടിക്ക്. നല്ല ചൂപ്പി കഴി. എന്നെ കൊണ്ട് എൻ്റെ ഓഡിയൻസ് പ്ലീസ് കൺട്രോൾ, ബി മൈ സെൽഫ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കമന്റിലല്ല, ഇവിടെ തന്നെ പറഞ്ഞു മാങ്ങേണ്ടി. അമ്മച്ചിയാണ്. ഞാൻ ഇതിനെയൊക്കെ കാലം വരെ അടിക്കും. ഇത് എവിടെയാ കുലുക്കി പോകുന്നേ? ആന പോലും എഴുന്നള്ളൂല ഇങ്ങനെ. ഇതെവിടെയാ? കാട്ടിൻ്റെ അകത്ത് പൈൻ ഫോറസ്റ്റ് ആണ്. കാറ്റാടിയാണ് അതിന്. നീ എന്താ? ഇതായിരുന്നു നിന്റെ ചലഞ്ച്? ഇത് ഞാനും ചെയ്യും. അങ്ങനെ ഇവിടെ ഹൃദയം വിട്ടാൻ പറ്റത്തില്ലല്ലോ, ഞാനും ചെയ്യും. കാണിച്ചു തരാം കേട്ടോ. ചെടിക്ക് വിലയില്ലാത്തവള്. ഇവളെന്ത് തേങ്ങയായി കാണിക്കുന്നത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഇനി കുറെ അപരാധി മക്കൾ, ഇതുപോലത്തെ അപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്ന കുറെ അപരാധി മക്കൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വാഴുന്നുണ്ട്. ഇതിനെയൊന്നും വെറുതെ വിടരുത്. വെറുതെ വിടരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ബാൻ ചെയ്യണം. ഒരിക്കലും ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അപരാധങ്ങൾ കാണിക്കുന്ന ഇവളുമാരെ സപ്പോർട്ട് ചെയ്യരുത്. പല പേക്കൂത്തുകളും അഴിഞ്ഞാട്ടങ്ങളും കാണിച്ച് ഇവളുമാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. പൈസ ഉണ്ടാക്കുന്നതല്ല ഇവിടുത്തെ മാറ്റർ. പക്ഷേ ഇതുപോലത്തെ അപരാധ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ഇവളുമാർ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത് വരുന്ന തലമുറയെ അടക്കം ബാഡായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവളൊക്കെ എന്ത് മറ്റേടത്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഇതിനൊക്കെ ഒരു തടയിടണം. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇതുപോലെ ഇവളുമാരെ എടുത്തിട്ട് അലക്കി എനിക്കെതിരെ കേസെടുക്കും. എന്നാൽ ഇതുപോലെ അപരാധം കാണിക്കുന്ന ഇവളുമാർക്കെതിരെ കേസെടുക്കും. ഇവിടുത്തെ നിയമം കേസെടുക്കണം. കാരണം ഇത് വെറും 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 വൃത്തികേടാണ് ഇവളുമാർ കാണിക്കുന്നത്. ഇത്തരം അപരാധി മക്കളെ ഒരിക്കലും വെറുതെ വിടരുത്. കേസെടുക്കണം. കേസെടുത്തേ പറ്റത്തുള്ളൂ. ഇത് എന്തുവാ കാണിക്കുന്നത്? അതുപോലെ ഇവളുമാരെ പോലെയുള്ള എല്ലാ അപരാധങ്ങൾ കാണിക്കുന്നതിൻ്റെ അക്കൗണ്ടുകൾ ബാൻ ചെയ്യണം. ഇവിടെ മാന്യമായിട്ട് റീൽസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാന്യമായിട്ട് വീഡിയോസ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അവർക്കൊന്നും ഇപ്പോൾ ജീവിക്കാൻ പറ്റുന്നില്ല. ഇതുപോലുള്ള കുറേ അപരാധി മക്കൾ വന്നിട്ട് എന്നാ അപരാധമാണ് ഈ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. വെറും പേക്കൂത്തുകളാണ്. എങ്ങനെയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും കാണിച്ച് ഇവിടെ ജീവിക്കാമെന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട്. പണ്ട് ഈ രാത്രി കാലഘട്ടങ്ങളിൽ സ്വന്തം മാനം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അവർ ഈ റോഡരികിൽ അവിടെ ഇവിടെ നിന്ന് ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല, അങ്ങനെ നിന്ന് അവർ വരുന്ന ആണിൻ്റെ അവിടെ അങ്ങ് പോവും, പരിപാടി കഴിയും പോവും. അതാരും അറിയത്തില്ല. പക്ഷേ ഇന്ന് ഇവളുമാർ ചെയ്യുന്നത് എന്താ? പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടുകൊണ്ട് സ്വന്തമായിട്ട് ഇരുന്ന് വിൽക്കുകയാണ്. ഇത് കണ്ട് ഫ്രസ്ട്രേഷനായിട്ടുള്ള കുറേ കാമക്കടവുകളുണ്ട്. അവൻ്റെയൊക്കെ കടികൾ തീർക്കുന്ന കുറേ കാമക്കടവുകളുണ്ട്. സീരിയസ്ലി പറയാം, ഇതിന് ഒരു തടയിടണം. ഇത് വെറുതെ വിടേണ്ട കേസല്ല. നമ്മൾ കുറേ നാളുകൊണ്ട് സംസാരിക്കുന്നു. ഈ ബെറ്റിംഗ് ഗാംബ്ലിംഗ് പോലത്തെ ആപ്പുകൾക്കെതിരെ നമ്മൾ സംസാരിച്ച് അത് അവസാനം കൂട്ടിക്കെട്ടി അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വെറും വൃത്തികിട്ട രീതിയിൽ മ്ലേച്ഛകരമായിട്ട് ഈ പറയുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഉള്ളവന്മാരുടെ കടി തീർക്കാൻ വേണ്ടിയിട്ട് ഇവളുമാരെ പോലുള്ള കടിച്ചുകൾ ഇടുന്ന വീഡിയോകളെ ദയവ് ചെയ്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും ബാൻ ചെയ്യണം. ഇത് ഏത് അറ്റം വരെ നടപടി എടുത്തിട്ടായാലും ബാൻ ചെയ്യണം. ഇതുപോലെ വീഡിയോസ് ഇടുന്നവളുമാർക്കെതിരെ നടപടിയെടുക്കണം. അതാണ് ചെയ്യാനുള്ളത്. ഞാൻ എന്തായാലും പണി കിട്ടി വരുമാനം ലഭിക്കില്ല, സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ്, ഒരു ലേഡി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റേ രാഷ്ട്രപതിയൊക്കെ ഇടപെട്ടിട്ട് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. അത് സത്യമാണെങ്കിൽ നല്ല കാര്യമെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഒരു തടയിടൽ ഇവളുമാർക്കെതിരെ വരണം. അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അക്കൗണ്ട് വഴിയുള്ള സബ്സ്ക്രിപ്ഷൻ നടത്തി അതിലൂടെ ശരീരം പ്രദർശിപ്പിച്ച് ജീവിക്കുന്ന പലർക്കും ഇതൊരു തിരിച്ചടിയാണ്. ഇത്തരത്തിലുള്ള എല്ലാ അക്കൗണ്ടുകളും ഡിലീറ്റ് ചെയ്യണമെന്നാണ് രാഷ്ട്രപതി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് നടപ്പിലാവാൻ പോകുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, സബ്സ്ക്രിപ്ഷൻ ചെയ്ത് ഇതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടന്റിനുള്ളിൽ 18 വയസ്സിന് താഴെയുള്ള
കുട്ടികളെ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പോക്സോ ആക്ട് പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്, ജാമ്യം പോലും ലഭിക്കില്ല. ഈ നിയമം വരുമ്പോൾ ആർക്കൊക്കെ തിരിച്ചടിയാവും? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല തീരുമാനം. ഈ നിയമം എത്രയും പെട്ടെന്ന് വരണം. കുറെ അപരാധി മക്കൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഈ സബ്സ്ക്രിപ്ഷനിൽ അപരാധം കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ബാക്കിയുള്ള പിള്ളേർ കാണത്തില്ലല്ലോ, കുട്ടികൾ കാണത്തില്ലല്ലോ. ഒരിക്കലുമല്ല. ഇന്ന് കുട്ടികളടക്കം ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അവരും അവരുടെ അച്ഛൻ്റെ ATM എടുത്ത് വെച്ച് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് എടുത്തു വെച്ച് കണ്ടുകൊണ്ടിരിക്കും. പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ ആയാലും എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് കുറേ കാട്ടപരാധികൾ അതിന് അഴിഞ്ഞാട്ടത്തിനുള്ള ഒരു ഓപ്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തക്കതായ രീതിയിൽ ഇതിനെയൊക്കെ ബാൻ ചെയ്ത് വിടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ഇത്തരം അപരാധി മക്കളെ സപ്പോർട്ട് ചെയ്യരുത്. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മുടെ സൊസൈറ്റി അടക്കം നശിപ്പിച്ച് നാറാണത്താക്കും. ഈ SR യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഒരു ടീംസ് ഉണ്ട്. ഈ അപരാധികളെല്ലാം കൂടി ആ കുട്ടികളെ അടക്കം കാണിച്ചുകൊണ്ട് അപരാധിച്ചാണ് ആ വീഡിയോസ് ഇടുന്നത്. സ്വന്തം ഭാര്യയും പെങ്ങളെ എന്തൊക്കെയോ വെച്ചിട്ട് അപരാധിക്കുന്ന കുറേ അപരാധ വീഡിയോകൾ, കുറെ പേക്കൂത്തുകളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. പണത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഏതറ്റം വരെ പോകാനും സ്വന്തം മാനം അടക്കം വിറ്റുകൊണ്ട് എന്ത് നാറിയ കളി കളിക്കാനും തീരുമാനിച്ചിറങ്ങിയിട്ടുള്ള കുറെ കഴിപ്പണം കെട്ട കുടുംബങ്ങളുണ്ട്. ഇതിനൊക്കെ എന്തിന്റെ സൂക്കേടാണ് കടിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരുത്തിത് ആ ജെട്ടി എടുത്ത് മോത്തിട്ടും കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അവൾ ജെട്ടി ഊരി പുറത്തെറിയാണ്. എന്തൊക്കെയാണ് കാണിക്കുന്നത്? കുറെ ഫ്രസ്ട്രേഷൻ നടന്ന കടുവകൾ, കാമക്കടുവകൾ എൻ്റെയൊക്കെ കമന്റ് ബോക്സുകളിൽ കിടന്ന് മെഴുകുന്ന കാണാം. തെറിക്കുന്ന വെള്ളം. എന്തുവാ ഇത്? എല്ലാവർക്കും ഉണ്ട് ഈ കടി എന്ന് പറയുന്ന സാധനം. പക്ഷെ അത് ഇത്ര മ്ലാച്ചകരമായിട്ടുള്ള രീതിയിലല്ലെന്നേ ഉള്ളൂ. മനസ്സിലായി? സെക്സ് കാര്യങ്ങൾ, കഴപ്പ് എല്ലാവർക്കും ഉണ്ട് എന്ന് വെച്ച് ഇത്ര മ്ലാച്ചകരമായിട്ടുള്ള രീതിയിലാവരുത് കേട്ടോ. ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവളുമാരെ സപ്പോർട്ട് ചെയ്ത് കമന്റ് വിട്ട് ഇവളുമാരെ സബ്സ്ക്രൈബും ചെയ്ത് ഫോളോയും ചെയ്ത് വയ്ക്കുന്ന കഴിപ്പണം കേട്ടവന്മാരെ എനിക്ക് കൂടുതലൊന്നും നിന്റെ അടുത്തൊക്കെ പറയാനില്ല. വെറും മ്ലാച്ചമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത്തരം അപരാധി മക്കളെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഞാനുള്ള കാര്യം സീരിയസ്ലി പറയാം. വളരെയധികം പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ രേണു സുധീർ ഒരു വീഡിയോ കൊടുക്കാം. എല്ലാ ആൽബത്തിലും നാടൻ വേഷമല്ലേ? ഈ ആൽബം അങ്ങനെയല്ല, മോഡേൺ വേഷം. എല്ലാ ആൽബത്തിലും നാടൻ വേഷം, ഈ ആൽബത്തിൽ മോഡേൺ വേഷം. എവിടെയാണ് നീ ഏത് ആൽബത്തിലാണ് നാടൻ വേഷം ഇട്ടത്? അപരാധം അപരാധം. അയ്യോ, അതെ ചൂടാണ്. അതെ, ഒന്നും പറയാനില്ല. നമ്മൾ അലിൻ ജോസ് പെരേലില്ലേ, 11 തുടങ്ങിയിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ. 33 പേര്. അവൻ്റെ ഒരു മാസത്തെ ഒരാളുടെ 290. 6 33 പേര്. ഇവൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മൊണ്ണകൾ. അങ്ങനെ ഇവനും സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. മാസം 9570 അവൻ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും 10,000 രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്ത് പേക്കുത്തും തോന്നിവാസം കാട്ടപരാധം കാണിക്കാനുള്ളൊരു മീഡിയ ആക്കി എടുക്കരുത് ദയവ് ചെയ്തിട്ട്. ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണം. സൊസൈറ്റിക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഉള്ള സംഭവമായിട്ട് വേണം സംസാരിക്കാൻ. അല്ലാണ്ട് എന്ത് അപരാധം എന്ത് കാട്ടപരാധം കാണിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ നാറാണത്താക്കി തുലയ്ക്കരുത് ദയവ് ചെയ്തിട്ട്. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമല്ല, ഒരുപാട് ആൾക്കാരുടെയും കൂടി റിക്വസ്റ്റാണ്. കാരണം ഇന്ന് എന്ത് പേക്കൂത്ത് കാണിച്ചും ഇവിടെ റീച്ച് ഉണ്ടാക്കാം എന്നുള്ളൊരു ഒരു വൃത്തികെട്ട ഒരു ടാക്ക് ലൈനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഉറപ്പായിട്ട് നിർത്തലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ രാഷ്ട്രപതിയോ ആരോ എന്തോ നമുക്കറിയത്തില്ല, നിയമത്തിൻ്റെ വശത്തുനിന്ന് തന്നെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം. കാരണം ഇത്തരം അപരാധങ്ങൾ കാണിക്കേണ്ടത് ഒരു പ്ലാറ്റ്ഫോം അല്ല ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇതെല്ലാം. അപ്പോൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലല്ല ഇത്തരം പേക്കൂത്തുകൾ കാണിക്കേണ്ടത്. നിനക്കൊക്കെ ഇങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വല്ല മറ്റേ സൈറ്റുകളിൽ പോവുക, വല്ല പോൺ സൈറ്റുകളിലും പോയിട്ട് അവിടെ നീക്ക് എന്ത് വേണോ കാണിച്ചു കൂട്ടുക. എന്നിട്ട് അവിടെ അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ട് ഇടുന്ന പരിപാടി അതൊന്നും അനുവദിക്കരുത്. കാരണം കുട്ടികൾ അടക്കം യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾ ഇത് കാണുമ്പോൾ നേരെ കുട്ടികൾ സൈറ്റിലോട്ട് പോയി നോക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ നിരോധിച്ചിരിക്കണം. ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഈ കാട്ടപരാധങ്ങൾ കാണിക്കുന്ന മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന കുറേ അപരാധി മക്കളുണ്ട്. ഒന്നിനെയും വെറുതെ വിടരുത്, ഒരു കാരണവശാലും വെറുതെ വിടരുത്. ഇതിനെല്ലാം ഒരു തടയിടണം, ഇട്ടേ പറ്റത്തുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ. നിയമത്തിൻ്റെ വശത്ത് നിന്ന് ഉറപ്പായിട്ട് ഇതിനൊരു തടയിടൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഡ്രസ്സിങ്, ഈ പബ്ലിക് പ്ലേസിൽ ഡ്രസ്സിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പേക്കൂത്തുകളായിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പോസിങ്ങിൻ്റെ പീക്ക് ലെവൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരീരഭാഗങ്ങൾ മറച്ചു വയ്ക്കുന്നില്ല, നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കുന്നു. അങ്ങനെ കുറേ അഴിഞ്ഞാട്ടങ്ങളാണ് ഇന്ന് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അമേരിക്കയിൽ എങ്ങനെയല്ലേ, ആഫ്രിക്കയിൽ എങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദിക്കുകയാണ്. വസ്ത്ര സ്വാതന്ത്ര്യം നമ്മുടേതാണ്, നമ്മുടെ ശരീരം മറക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇങ്ങനെയൊക്കെ കുറേ ഒരു അജണ്ട എടുത്തങ്ങ് അടിച്ചു തരും ഫ്രണ്ടിൽ. അല്ലാണ്ട് ഇത് ചെയ്യുന്നതെല്ലാം പേക്കൂത്തുകളാണ്. ഇതിനെല്ലാം ഒരു തടയിടണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം.
വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് എന്തും കാണിച്ചുകൊണ്ട് നടക്കാമെന്നുള്ളൊരു രീതിയിലോട്ട് മാറുകയാണ്. അതിനൊക്കെ ഒരു തടയിടണം. അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ മിസ്യൂസ് ചെയ്യുന്ന ഇത്തരം വൃത്തികെട്ട രീതികളെയും നമ്മൾ ഉറപ്പായിട്ട് നിരോധിച്ചിരിക്കണം. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ ഒപ്പീനിയനോട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്നോടൊപ്പം നിൽക്കാനോ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.